വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നു. നെടുമങ്ങാട് വിനോദ് നഗറിലെ ജയപ്രകാശ് ഷീബ ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥിനെയാണ് ഹോസ്റ്റലും ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് മുമ്പ് സിദ്ധാർത്ഥിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്ന് കുടുംബം പരാതി പറയുന്നു. നാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഈ മാസം 15-ന് വയനാട്ടിൽ നിന്ന് വണ്ടി കയറിയതാണ് സിദ്ധാർത്ഥ. 16-ന് പുലർച്ചെ വിളിച്ചപ്പോൾ എറണാകുളത്തിറങ്ങി കോളേജിലേക്ക് മടങ്ങിയെന്ന മറുപടി. 18-ന് ഉച്ചയോടെ നെടുമങ്ങാട് വിനോദ് നഗറിലെ വീട്ടിലേക്ക് മരണവാർത്തയെത്തി. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അമ്മ ഷീബ. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഫോൺ ഇടയ്ക്ക് ഓഫായിരുന്നു, ഞാൻ എപ്പം ചാർജ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ തിരികെ പോകുന്നത് എറണാകുളത്ത് എത്തിയപ്പോൾ എന്നെ അവിടുന്ന് വിളിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്തായാലും സ്വന്തമായിട്ട് എന്തായിരുന്നാലും ചെയ്യാനുള്ള ധൈര്യം ഇല്ല അവന്. ഒന്നിനെന്തോ ഒരു അവന് ഭയങ്കര പേടിയാണ്, ശരിക്കും പേടിയിൽ ആരൊക്കെ എന്തോ. സീനിയർ വിദ്യാർത്ഥികൾ മകനെ മർദ്ദിച്ചിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞതായി പിതാവ് ജയപ്രകാശും പറയുന്നു. അവനെ വളരെ രീതിയിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഇതുപോലെ ഒന്നും അവിടെ ഉണ്ടാവില്ലെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് അവരെ 2 ഫ്രണ്ട്സുകൾ വന്ന് പറഞ്ഞു, അങ്ങളെ എന്നെ കെട്ടിപ്പിടിച്ച് തന്നെ പറഞ്ഞത്, ഞങ്ങളെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും അവിടെ ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, നമ്മളെ രക്ഷപ്പെടുത്തണം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. എന്തായാലും ഈ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് ഗൗരവമായി അന്വേഷിക്കണം. കാരണം ഏതെങ്കിലും സീനിയർ വിദ്യാർത്ഥികളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടെങ്കിൽ കണ്ടെത്തുകയും വേണം.